Hey guys, welcome back to my channel Roopesh Tech Zone. മച്ചമാരെ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു കുഞ്ഞു ലേസറാണ്. അപ്പോൾ കുഞ്ഞു ലേസറാണെന്ന് വിചാരിച്ച് സാധാരണ നിങ്ങൾ നിസ്സാരമായിട്ട് കാണണ്ട, അടിപൊളി സാധനമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് എനിക്കൊരു കാര്യമാണ് പറയാനുള്ളത്. ഈ ഒരു ലേസറിൻ്റെ ഈ ഒരു ഭാഗമല്ലേ, മറ്റേ ലൈറ്റ് വരുന്ന ഒരു ഭാഗം, അപ്പോൾ അവിടേക്ക് നിങ്ങൾ ഒരിക്കലും കണ്ണ് ഉപയോഗിച്ചത് ഇങ്ങനെ നോക്കരുത്. കാരണം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ പറയേണ്ടി വരും, നാട്ടുകാരെ ഓടി വരണേ നമ്മുടെ കണ്ണൊക്കെ അടിച്ചു പോയേ എന്ന് പറയേണ്ടി വരും. അപ്പോൾ നിങ്ങൾ അവിടേക്ക് നോക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ ഏതായാലും ഈ ഒരു പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാനായിട്ട് പോവാണ്. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓളെന്ന് സെലക്ട് ചെയ്ത് വെക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അവിടെ എവിടെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് പ്രൊഡക്റ്റ് നേരെ ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഇതാണ് അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ്. കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പാക്കിങ്ങിൽ തന്നെയാണ് വരുന്നത്. പിന്നീട് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മെയ്ഡ് ഇൻ ചൈനയാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. ഞാൻ കുറേ തിരഞ്ഞു, ഇന്ത്യൻ കമ്പനിയുടെ ഉണ്ടോ നോക്കി, പക്ഷേ ഇന്ത്യൻ കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റും ഇതേപോലുള്ള പ്രൊഡക്റ്റ് അവൈലബിൾ അല്ല. പിന്നീട് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഈ ഒരു ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഗായ്സ്, ഇത് ഓപ്പൺ ചെയ്തിട്ട് കിട്ടുന്നില്ലല്ലോ. അയ്യോ ഗായ്സ്, എന്താണത്? ഗായ്സ് കിട്ടുന്നുണ്ട്. ഏതായാലും കുറച്ച് ടൈറ്റൊക്കെ തന്നെയാണ് കേട്ടോ പാക്കിങ്. പെട്ടി തുറന്നപ്പോൾ തന്നെ നമ്മൾ ഒരു കിടുക്കച്ച് ചാർജറാണ് കേട്ടോ ഗായ്സ് കണ്ടിരിക്കുന്നത്. 5 വോൾട്ടേജിൻ്റെ ഒരു കിടിലൻ ചാർജർ തന്നെയാണ്. ചൈനയുടെയാണ്, വലിയ ഗ്യാരൻറ്റിയും കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. ഏതായാലും ഒരു പവർ അഡാപ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം നമുക്ക് കിട്ടുന്നുണ്ട്. ഈ സംഭവത്തിൻ്റെ പിന്നിന് ചെറിയൊരു മാറ്റമുണ്ട്. ഒരു റൗണ്ട് ഷേപ്പിലായിട്ടാണ് അതിൻ്റെ പിന്ന് വരുന്നത്. നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ആ ഒരു ടൈപ്പ് സി കേബിളോ അങ്ങനത്തെ കേബിളും കാര്യങ്ങളൊന്നുമല്ല, ഇതിൽ വേറൊരു സംഭവമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ചാർജർ നമുക്കിനി മാറ്റി വെച്ചിട്ട് നമ്മുടെ പെട്ടിയിൽ ബാക്കി എന്തൊക്കെ സംഭവങ്ങളുണ്ട് നമുക്കിന്ന് ചെക്ക് ചെയ്യണം. ഗൈസ്, നമ്മുടെ പുലിക്കുട്ടൻ ഇതാക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ എന്താ ഗൈസ്, ഒരു പേപ്പർ. ഗൈസ്, നമ്മുടെ മനോജ് അല്ല മാനുവലാണ് കേട്ടോ. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഒരു ഭാഗത്ത് ചൈനീസ്, ഒരു ഭാഗത്ത് ഇംഗ്ലീഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവർ പറയുന്നത് മെയിനായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണ് ഉപയോഗിച്ചിട്ട് ഈ ഒരു ലേസറിൻ്റെ ഭാഗത്തോട്ട് നോക്കരുത് എന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കുക. കണ്ണുപയോഗിച്ച് ഡയറക്റ്റായിട്ട് നോക്കരുത്. അതുകൊണ്ട് മൊബൈൽ ക്യാമറയിലൂടെ നോക്കാം എന്നൊന്നും വിചാരിക്കരുത്. ഈ ഒരു ലേസറിൻ്റെ ഈ ഒരു ഭാഗത്തോട്ട് നിങ്ങൾ നോക്കേ ചെയ്യരുത്. ഈ ഒരു ലേസറിലോട്ട് നോക്കിയാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണ് ശരിയാവണമെന്നുണ്ടെങ്കിൽ പിന്നെ വേറൊരു ലേസർ ശസ്ത്രക്രിയ നടത്തേണ്ടി വരും. അപ്പോൾ അതിനൊന്നും നിൽക്കണ്ട. ഗൈസ്, നമുക്കൊരു ട്രൈപോഡ് കിട്ടുന്നുണ്ട്. മൊബൈൽ ഫോൺ ട്രൈപോഡ് അല്ല കേട്ടോ, ഈ ഒരു സംഭവം വെക്കാനുള്ളൊരു ചെറിയൊരു സ്റ്റാൻഡ് പോലുള്ളൊരു സംഭവം അതാണ്. നമുക്ക് ആദ്യം ഈ ഒരു പുള്ളിയെ കൊണ്ട് എക്സസൈസൊക്കെ ഒന്ന് ചെയ്യിപ്പിക്കാം, എന്നാലേ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ. വലിയ ക്വാളിറ്റി ഒന്നുമില്ല എങ്കിലും ഈ ഒരു സംഭവം സെറ്റായി നിൽക്കാനുള്ള ഒരു ഭാരം താങ്ങാനുള്ള ഒരു കപ്പാസിറ്റി ഒക്കെ ഈ ഒരു സംഭവത്തിനുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ലേസർ പുറത്തെടുക്കാം. ഗൈസ്, ഇതാണ് നമ്മുടെ സാധനം കേട്ടോ. വലിയ വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിലൊന്നും ഇല്ലേ എന്നാവോ, നമുക്കത് നോക്കാം. ഏതായാലും വലിയ വെയിറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇത് പിന്നെ നമുക്ക് ഭിത്തിയിലൊക്കെ എങ്ങനെയും സെറ്റാക്കി വെക്കാനുള്ളൊരു സംഭവമാണ്. ചുമരിലൊക്കെ സെറ്റാക്കി വെക്കാനുള്ള സംഭവമാണ്. ഈ മുമ്പിൽ കാണുന്ന ഈ ഒരു സംഭവത്തിലൂടെ, ഈ ഒരു തുളയിലൂടെയാണ് നമ്മുടെ ലേസറിൻ്റെ സംഭവമൊക്കെ വരുന്നത്. അതിൻ്റെ വലതു ഭാഗത്തായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കണ്ണ് ഉപയോഗിച്ച് നോക്കരുതെന്ന്. സൈഡിലൂടെ കൊടുത്തിരിക്കുന്ന ഈ തുളയിലൂടെയൊക്കെയാണ് കേട്ടോ നമ്മുടെ ഹീറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആ ഒരു ട്രൈപോഡ് സെറ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. പിന്നെ ഇവിടെ ഇത് കൊടുത്തിട്ട് ഇതൊക്കെ ഫാനും കാര്യങ്ങളും നല്ല വരുന്നത്. പിന്നെ ഇവിടെ ഒരു മൈക്ക് വരുന്നുണ്ട്. അതുപോലെ 2 മോഡുകളാണ്, ഒന്ന് ഓഫ് പിന്നെ 1, 2 അങ്ങനെ 2 മോഡുകളാണ് വരുന്നത്. പിന്നീട് ഇത് നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ, അതായത് മോട്ടോറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹീറ്റിംഗ് വല്ലാതെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഭാഗത്തും കുറേ സേഫ്റ്റിയും കാര്യങ്ങളും ചൂട് പുറത്തേക്ക് പോകാനുള്ള സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ഒരു പവർ അഡാപ്റ്റർ എങ്ങനെയാണ് ഈ ഒരു സംഭവത്തിൽ കണക്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. ഈ ഒരു പിൻ ഉപയോഗിച്ചിട്ട് ഡയറക്റ്റായിട്ട് ഈ ഒരു സംഭവത്തിലോട്ട് കുത്തി കൊടുത്താൽ മാത്രം മതി, വേറെ സംഭവങ്ങളും കാര്യമൊന്നുമില്ല. പിന്നെ നമുക്ക് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാൻ ഇത് ഒന്ന് നൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. രാത്രിയാവും നമുക്ക് അടിപൊളിയായിട്ട് കാണുക. ഈ ട്രൈപോഡ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇതൊന്നുപോലെ തിരിച്ചു കഴിഞ്ഞാൽ ഇത് സെറ്റ് ആവുന്നതാണ്. എന്താണ് ഗൈസ്, ഇത് ടൈറ്റ് ആവുന്നില്ലല്ലോ? ഞാനിപ്പോൾ ഓരോന്ന് പറഞ്ഞ് ഗൈസ് സെറ്റായി. ഓവറായിട്ട് തിരിക്കണ്ട, ഓവറായിട്ട് തിരിച്ചാൽ ചിലപ്പോൾ പുള്ളി കയ്യിൽ പോരും. അപ്പോൾ ഇതുപോലെ നിൽക്കുന്നൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. ആ ഒരു സംഭവം താങ്ങാനുള്ള, വെയിറ്റ് താങ്ങാനുള്ള കപ്പാസിറ്റിക്ക് ഈ ഒരു ട്രൈപോഡിനുണ്ട് കേട്ടോ. ഗൈസ്, നമ്മളിത് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് രാത്രിയാണ്. രാത്രിയാവും കൂടുതലായിട്ട് കാണുക, അതായത് അടിപൊളിയാകുക രാത്രിയാണ്. അതുകൊണ്ടാണ് നമ്മൾ രാത്രി ചെക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയാണ് ഗായ്സ്, നമ്മളുടെ കണ്ണ് ഉപയോഗിച്ച് ഈ ഒരു ലേസറിൻ്റെ ഭാഗത്തോട്ട് നോക്കരുത്.
ഇനിയിപ്പം കുറേ പ്രാവശ്യമായി ഇതിങ്ങനെ പറയുന്നു, ഈ ഒരു ലേസറിൻ്റെ ഭാഗം ഇൻസുലേഷൻ വെച്ചാണ് അടച്ചു കഴിഞ്ഞാലോ എന്ന് വിചാരിക്കുന്നുണ്ടാവും പലരൊക്കെ. ഇത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മുടെ കാഴ്ച പൂർണ്ണമായിട്ടും നഷ്ടപ്പെടും ഈ ഒരു സംഭവം കേട്ടോ. ഇതിൽ വരുന്ന 2 മോഡുകൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഓട്ടോമാറ്റിക് ആണ്, അതായത് നമ്മുടെ സൗണ്ട് ഉണ്ടാവുന്ന ടൈമിൽ മാത്രം ഈ ഒരു ഫ്ലാഷ് ലൈറ്റ് ആയിട്ട് പോലെ ഫ്ലാഷ് അടിക്കുന്നത് പോലെ ഈ ഒരു സംഭവം പ്രവർത്തിക്കും. മറ്റതൊന്ന് കണ്ടിന്യൂ ആയിട്ട് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ 2 മോഡുകളാണ് വരുന്നത്. നമ്മളിനി ചെക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. ഞാൻ ആദ്യം ഓട്ടോമാറ്റിക്കിലിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. നമ്മുടെ സോങ്ങിൻ്റെ ബീറ്റിനനുസരിച്ചാണ് ഈ ഒരു സംഭവത്തിൻ്റെ ലൈറ്റ് ഉണ്ടാവുക. ഗൈസ്, ഇനി ഞാൻ കണ്ടിന്യൂ മോഡിലാണ് കേട്ടോ വയ്ക്കുന്നത്.